ഹായ്, നമസ്കാരം. SIR പ്രകാരമുള്ള കേരളത്തിലെ കരട് വോട്ടർ പട്ടിക ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 24 ലക്ഷത്തോളം പേർ പുറത്തായി എന്നും 20 ലക്ഷത്തോളം പേർ രേഖകൾ ഹാജരാക്കണം എന്നൊക്കെ നമ്മൾ ന്യൂസുകളിലൂടെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ നമുക്ക് നമ്മളുടെ പേരുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇലക്ടറൽ സെർച്ച്, വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നത്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് സെർച്ച് ബൈ എപ്പിക് ഉണ്ട്, സെർച്ച് ബൈ ഡീറ്റെയിൽസ്, സെർച്ച് ബൈ മൊബൈൽ. അതായത് ഇത് എലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് നമ്പർ എന്നാണ് എപ്പിക്കിൻ്റെ ഫുൾ ഫോം. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എപ്പിക് നമ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയാണ് എപ്പിക് നമ്പർ കൊടുക്കേണ്ടത്. അതിനുശേഷം സ്റ്റേറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനിവിടെ എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വന്ന് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ താഴെ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കാണുന്ന സെർച്ച് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് മാറ്റി സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതിലുള്ള ലാംഗ്വേജുകൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപ്ച മാറിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ക്യാപ്ച മാറ്റി കൊടുക്കുന്നു. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പേര് ഇപ്പോൾ ലിസ്റ്റിലുണ്ട്. ഇവിടെ കാണാൻ പറ്റും നമ്മുടെ എപ്പിക് നമ്പർ, പേര്, ഏജ്, ഡിസ്ട്രിക്ട്, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, അതേപോലെ നിങ്ങളുടെ പാർട്ട്, വോട്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്, പോളിംഗ് ബൂത്ത്, പാർട്ട് നമ്പർ. ഇനി ഈ വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതുപോലെ കാണാൻ പറ്റും. ഇവിടെയും അതുപോലെ കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്ദി.